ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മിസ്രിയ ഫാമിലി വ്ലോഗ്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു കേക്ക് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ കേക്ക് റെഡിയാക്കാൻ എടുത്ത ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1/4 കപ്പ് ഓയിൽ, 1/2 കപ്പ് പാല്, 1/2 കപ്പ് പഞ്ചസാര, 1 കപ്പ് മൈദ, 2 മുട്ട, പിന്നെ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി, കുറച്ച് സാൾട്ട്, പിന്നെ ബേക്കിംഗ് പൗഡർ, ബട്ടർ, പിന്നെ വാനില എസൻസ്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ കേക്ക് റെഡിയാക്കാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപയോഗിച്ച് നമുക്ക് വളരെ പെട്ടെന്നൊരു കേക്ക് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഓവനോ ബീറ്ററോ ഒന്നും ഞാനിവിടെ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ആദ്യം ഒരു ബൗൾ എടുത്ത് അതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. 2 മുട്ടയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് 1 മിനിറ്റ് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബീറ്ററിലല്ലാത്തത് കൊണ്ട് നമ്മൾ നല്ലപോലെ ഇതൊന്ന് ബീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ വിസ്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ 1 മിനിറ്റ് നമുക്കിത് കൈവിടാതെ നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് 1 മിനിറ്റ് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മൈദ എടുക്കാം. ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നല്ലപോലെ ഒന്ന് ഫിൽറ്റർ ചെയ്തെടുക്കണം. അപ്പോൾ മാവ് നമ്മൾ 2 പ്രാവശ്യം അങ്ങനെ ഫിൽറ്റർ ചെയ്തെടുത്താൽ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായി വരും. അപ്പോൾ നമുക്ക് അതുപോലെ ഒന്ന് ഫിൽറ്റർ ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഞാനെടുത്ത പാല് ചൂടുപാലാണ്. നമ്മൾ തിളപ്പിച്ചെടുത്ത ചൂടുപാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിതിൽ പാല് ചൂടോടെയാണ് ചേർക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ചേർക്കുന്നുണ്ട്, 1 ടേബിൾ സ്പൂൺ. അപ്പോൾ നമ്മൾ നല്ല ചൂടായ പാലിലാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ഡ്രോപ്പ് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് നമ്മുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കണം. നമ്മൾ കേക്കിനൊക്കെ മിക്സ് ആക്കുമ്പോൾ നമ്മളിങ്ങനെ ഒരു സൈഡിലേക്ക് മാത്രമേ ഇതിങ്ങനെ ചുറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരുപാട് നമ്മളിങ്ങനെ ആക്കാനും പറ്റില്ല. അപ്പോൾ നമ്മൾ എല്ലാ ഭാഗവും ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സായി വരണം. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ ഈ പരുവമായിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ മിക്സിലേക്ക് നമ്മളിപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് എടുത്തല്ലോ, ഇതിൽ ഞാനൊരു ഐറ്റം ചേർക്കാൻ മറന്നു പോയിട്ടുണ്ട്. അത് വീഡിയോ മുഴുവൻ കാണുന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ എന്താ സംഭവം എന്ന്. ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ഡെക്കറേഷന് വേണ്ടി കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി. അപ്പോൾ ഞാനിതിൽ ഒരു സാധനം ചേർക്കാൻ മറന്നു. നമ്മൾ കേക്കിൽ മെയിനായി വേണ്ട സാധനം ഞാൻ അതിൽ ചേർക്കാൻ മറന്നു പോയതാണ്. ഞാനത് എടുത്തു വെച്ചിട്ടും കൂടെ ആ സാധനം ഞാൻ അതിലിടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതുപോലെ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് നമുക്ക്
ആ കേക്ക് നമുക്ക് ആ മിക്സ് ഉണ്ടല്ലോ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ബട്ടർ പേപ്പർ പറയുമ്പോൾ നമ്മളിതുപോലെ ഒരു A4 ഷീറ്റ് എടുത്തിട്ട് നമ്മൾ റൗണ്ടിൽ നമ്മുടെ പാത്രത്തിൻ്റെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് അതുപോലെ ഓയിലൊക്കെ തേച്ചിട്ട് നമ്മൾ അതുപോലെ സെറ്റ് ചെയ്തതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ആ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചുറ്റും ഒന്ന് തട്ടി കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു മിക്സ് ഇതിലേക്ക് ചേർക്കാൻ മറന്നിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നിങ്ങൾ കമൻറ്റ് പറയണം, ഞാൻ പറയുന്നില്ല. നമ്മുടെ കേക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്കത് മെയിനായി വേണ്ട ഒരു ഐറ്റമാണ്. അത് ഞാൻ ഇതിലേക്ക് ചേർത്തില്ല. എന്നാലും നമ്മുടെ കേക്കൊക്കെ നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കതൊരു കുക്കറിൽ വെച്ചിട്ട് നമുക്കൊരു 45 മിനിറ്റ് നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. 45 മിനിറ്റിന് ശേഷം നമ്മുടെ കേക്കൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റും വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ആവിയിൽ വേവിച്ചെടുത്ത സംഭവം പോലെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ചേർക്കാൻ മറന്നുകൊണ്ടാണ് എൻ്റെ കേക്ക് ഇതാ കണ്ടില്ലേ ഇങ്ങനെ ആയത്. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളി കേക്കായിരുന്നു. അപ്പോൾ നിങ്ങൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു.